പത്തനംതിട്ടയിലും തൃശൂരിലും മലപ്പുറത്തും ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. പത്തനംതിട്ട കുളത്തുമണ്ണിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ട ബൈക്ക് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോന്നി തണ്ണിത്തോട് ഭാഗത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. തൃശൂർ പീച്ചി ആനവാരിയിലും മലപ്പുറം ചാലിയാർ വൈലാശ്ശേരിയിലും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ടയിലും തൃശൂരിലും മലപ്പുറത്തും ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കോന്നി തണ്ണിത്തോട് ഭാഗത്തും കാട്ടാന ജനവാസ മേഖലയിലിറങ്ങി വ്യാപക നാശനഷ്ടമുണ്ടാക്കി. ഇവിടെ കാട്ടാനയുടെ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിയുക്ത വാർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. തൃശൂർ പീച്ചി ആനവാരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശം നീന്തിക്കടന്നാണ് ആനയെത്തിയത്. മലപ്പുറം നിലമ്പൂരിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. ചാലിയാർ വൈലാശ്ശേരിയിൽ വാഴയും കമുകും തെങ്ങും നശിപ്പിച്ചു. 12,000 വനത്തിൽ വന്നിട്ടുള്ള ആനകളെ തിരിച്ച് 12,000 വനത്തിലേക്ക് തന്നെ എത്തിച്ച് അവിടെ ഫെൻസിങ് ചെയ്ത് സുരക്ഷിതമായിട്ട് അവിടെ തന്നെ തളയ്ക്കണം എന്നുള്ളതാണ് ജനങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം. പത്തനംതിട്ട കുളത്തുമണ്ണ് ഗുരുമന്ദിരത്തിന് സമീപം കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. നാട്ടുകാർ എത്തിയാണ് ആനയെ ഓടിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.